ഇന്നലകളിൽ സിനിമയിൽ സജീവമായി വളരെ കാലം നിറഞ്ഞു നിന്ന ഒരു കലാകാരനാണിത്. സംവിധായകനായും കഥാകൃത്തായും നിർമ്മാതാവായും അതിനൊക്കെ മുൻപ് ഫോട്ടോഗ്രാഫറായും സിനിമയ്ക്കൊപ്പം ഒരുപാട് കാലം സഞ്ചരിച്ച ഒരു മനുഷ്യൻ ഇന്ന് ചലച്ചിത്ര രംഗത്തു നിന്ന് ഏറെക്കുറെ അകന്ന് ജീവിക്കുകയാണ് ഇദ്ദേഹം. ഓർക്കുന്നില്ലേ പോയ കാലത്തിന്റെ ഈ സിനിമാക്കാരനെ? ആന്റണി ഈസ്റ്റ്മാൻ എന്ന ഈ ചലച്ചിത്രകാരനെ സിനിമ ആസ്വാദകരുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്ന പേരുകാരനല്ല ഇത്. മലയാളികൾ ഇന്നും ഇഷ്ടത്തോടെ നെഞ്ചേറ്റുന്ന ഒരുപിടി നല്ല സിനിമകളുടെ അണിയറയിൽ ഈ കലാകാരനുണ്ടായിരുന്നു. ഇത്തിരിയോളമേയുള്ളൂവെങ്കിലും വ്യത്യസ്തമായ ചില ചിത്രങ്ങളുടെ അമരത്ത് ഒരു സംവിധായകൻ എന്ന നിലയിലും തിളക്കത്തോടെ നിന്ന ആളാണ് ആന്റണി ഈസ്റ്റ്മാൻ. കുട്ടിക്കാലം ഓർത്തെടുത്ത് പറയാനുള്ള വലിയ സംഭവമൊന്നുമില്ല. സാധാരണ വീട്ടിൽ ജനിച്ചു. അങ്ങനെ പറയത്തക്ക ഫാദർ കുറച്ച് കലാപരമായിട്ട് നാടകവും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ പഠിപ്പ് അങ്ങനെ അന്നത്തെ എഡ്യൂക്കേഷൻ രീതി ഇന്നത്തെ വ്യത്യാസമുണ്ടല്ലോ. അത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഫോട്ടോഗ്രാഫിയിലൊരു കമ്പം തോന്നിയിട്ട് അത് പഠിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി അങ്ങനെ വന്ന് അപ്പോൾ ആ ഘട്ടത്തിൽ ഫോട്ടോഗ്രാഫിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. അതായത് ഈ ഡേ ലൈറ്റിൽ മാത്രം ഫോട്ടോ എടുക്കുന്നൊരു ഘട്ടം കഴിഞ്ഞ് ഇലക്ട്രിക് സ്റ്റുഡിയോ, പല സ്റ്റുഡിയോകളുടെയും ബോർഡുകൾ ഇലക്ട്രിക് സ്റ്റുഡിയോ എന്ന് വരും. അതായത് ഇലക്ട്രിക് ലൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കും. ആ ഒരു ഘട്ടത്തിലേക്കാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ആകർഷകമായിട്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ തുടങ്ങിയതും. അതെനിക്ക് മറ്റുള്ള സ്റ്റുഡിയോമാരും അല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫിയുടെ പല മേഖലകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. 1973 കേരള സന്തോഷ് ട്രോഫി കേരളത്തിന് ആദ്യമായി കിട്ടിയത് ഞാൻ കുറേ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ടെന്ന്. അന്നത്തെ ലൈറ്റിന് ഇന്നത്തെ മാതിരി സ്പീഡുള്ള ക്യാമറയോ സ്പീഡുള്ള ഫിലിമുകളോ ഇല്ല. എന്നിട്ടും രാത്രി 7 മണിക്ക് ഇവരുടെ ഫോട്ടോ എടുക്കണം. 7 മണിക്കാവും കളി തുടങ്ങുമ്പോൾ. കളി തുടങ്ങിയിട്ട് അന്നത്തെ ഫോട്ടോസ് സകല പത്രങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി കൊടുക്കണം. അങ്ങനെ ഓരോ ഘട്ടത്തിലും മറ്റുള്ളവർക്ക് പറ്റില്ല എന്ന് തോന്നുന്ന പല സംഗതികളും ഞാൻ സ്വയം വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന മാതിരി പറ്റില്ല എന്ന് പറയുന്നത് ഏറ്റെടുക്കാൻ ഒരു ഭയങ്കര ചങ്കൂറ്റാണ്. ഇങ്ങനെ വന്നിട്ടുള്ള ഒരു വളർച്ച. തീരെ ചെറുപ്പത്തിലെ തന്നെ ക്യാമറ തോളിൽ തൂക്കിയതാണ് ആന്റണി. മറ്റാരും കാണാത്ത കാഴ്ചകളിലേക്കാണ് ഈ ഫോട്ടോഗ്രാഫർ തന്റെ ക്യാമറ ഫോക്കസ് ചെയ്തു വച്ചത്. കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന ചിത്രങ്ങളെടുത്ത് ക്യാമറാമാൻ വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് വളർന്നു. ഈസ്റ്റ്മാന്റെ ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറുകയായിരുന്നു പിന്നീട്. മാതൃഭൂമിയായാലും ശരി, മനോരമയായാലും, മനോരമയ്ക്ക് അന്ന് ഇവിടെ ഒരു ബ്യൂറോ ഓഫീസ് മാത്രമേ ഉള്ളൂ. മാതൃഭൂമിക്ക് ഉണ്ട്, അവരുടെ ഇതിലുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറയും. ഞാൻ പോയി ആ ഫോട്ടോസിന് പലതിനും അവിടെ ഭയങ്കര അപ്രിഷിയേഷൻ കിട്ടി. കാരണം ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ഫോട്ടോൻ്റെ കോസ്റ്റല്ലേ എന്ന് നോക്കുക. ആ ചടങ്ങ് അതായത് ആ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ ആരെങ്കിലും വരുന്ന സാധനം അത് ഗംഭീരമായി എടുക്കാൻ നോക്കും. അതിൻ്റെ കാശ് ഞാൻ നോക്കാറില്ല. ചിലപ്പോൾ കാശ് വളരെ കുറവായിരിക്കും. പക്ഷെ അത് ശ്രദ്ധിക്കണം. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതും ആകർഷകമായ ഫോട്ടോ ആയിരിക്കണം എന്നുള്ള നിലയ്ക്ക് വളരെ കഷ്ടപ്പെട്ടുള്ള കുറേ പടങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലൊരു പ്രത്യേകത ഞാൻ പറഞ്ഞാൽ, ഇന്ദിരാഗാന്ധി മറ്റുള്ളവർക്ക് ഒരു പാർട്ടി നടത്തിയപ്പോൾ, കോൺഗ്രസ് പാർട്ടികൾക്ക് പാർട്ടി നടത്തിയപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഇന്ദിരാഗാന്ധി അതൊന്നും കഴിച്ചില്ല. ഇന്ദിരാഗാന്ധി എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് ഈ ഫംഗ്ഷൻ. ഗസ്റ്റ് ഹൗസിലെ മുറി പോയി ഒരു മാങ്ങ എടുത്തു കൊണ്ടുവന്നു, പഴുത്ത മാങ്ങ, ഒരു പ്ലേറ്റും ഒരു കത്തി അവർ തന്നെ കൊണ്ടുവന്നു. അവിടെ പറഞ്ഞാൽ എല്ലാവരും കൊണ്ടിരില്ലേ. ഞങ്ങളുടെ അടുത്തിരുന്നിട്ട്, ഞാൻ ഫോട്ടോഗ്രാഫറായിട്ടുള്ള അതിലാണ്, മറ്റുള്ളവരുടെ അടുത്തിരുന്നിട്ട് ഈ മാങ്ങ തൊലി എത്തിയിട്ട് പൂളാതെ, നമ്മൾ പീസാക്കാതെ അങ്ങനെ തന്നെ കടിച്ചു വലിക്കുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് കിട്ടി. ഇത് ഞാൻ അടുത്തുള്ളവരറിഞ്ഞിട്ട് പിന്നീട് മന്ത്രിയായിരുന്ന ഏറെയും, കൊല്ലത്തു നിന്നുള്ള ഒരു ഏഹേറെയും, അദ്ദേഹം എൻ്റെ അന്ന് ചെറിയ സ്റ്റുഡിയോ ആയിരുന്നു ജൂസ് സ്ട്രീറ്റിൽ, അവിടെ തപ്പി പിടിച്ച് കയറി വന്നു. എനിക്ക് ആ ഫോട്ടോ വേണം. അങ്ങനെ ഫോട്ടോ തയ്യാറാക്കി അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ ഒരുപാട് സംഭവങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഫോട്ടോഗ്രാഫി എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നതാണ്.